ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഗ്രാമർ ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ ടാഗ്സ്. സ്കൂൾ ലെവൽ എക്സാംസ് ആണെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസിനാണെങ്കിലും സ്ഥിരമായിട്ട് ഈ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. എന്നാൽ ഈ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് നമ്മളുടെ ഡെയിലി ലൈഫുമായി കണക്ട് ചെയ്തിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്ന് നമുക്കറിയാമല്ലേ? ഒരു സാധാരണ സ്റ്റേറ്റ്മെൻറ്റിൽ അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ ചേർക്കുന്ന ചെറിയ ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഇനി കുറച്ചുകൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മലയാളത്തിൽ അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അതായത് ഇപ്പം നമ്മൾ നമ്മളുടെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ച് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മളുടെ മുന്നിലൂടെ നല്ല നീളത്തിൽ മുടിയുള്ളൊരു പെൺകുട്ടി നടന്നു പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ നമ്മുടെ സുഹൃത്തിനോട് എന്താ പറയുക? നല്ല നീളമുള്ള മുടി അല്ലേ? അപ്പോൾ നമുക്കും അറിയാം, നമ്മുടെ സുഹൃത്തിനും അറിയാം ആ കുട്ടിക്ക് നല്ല നീളമുള്ള മുടിയാണെന്ന്. എങ്കിലും അതൊന്നുകൂടി ഉറപ്പിക്കാൻ നമ്മൾ ഏത് വാക്ക് ആഡ് ചെയ്യുന്നു? അല്ലേ എന്നൊരു ചോദ്യം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ അല്ലേ എന്ന് അർത്ഥം വരുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ചോദ്യങ്ങളെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ടാഗ്സ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു അവസാനം ചേർക്കുന്ന ചെറിയ ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ ടാഗുകളെന്ന്. ക്വസ്റ്റ്യൻ ടാഗ് ചെറുതാണെങ്കിലും കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പ്രധാനമായും സ്റ്റേറ്റ്മെൻറ്റ് ഏത് ടെൻസിലാണോ അതേ ടെൻസിൽ തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗും എഴുതുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റോ പാസ്റ്റോ ഫ്യൂച്ചറോ എന്തുമാകട്ടെ അതേ ടെൻസിൽ തന്നെയാണ് നമ്മൾ ടാഗ് എഴുതുക. ടാഗ് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രധാനമായും നമുക്ക് സെൻറ്റൻസിൽ നിന്നും രണ്ട് കാര്യങ്ങളാണ് ആവശ്യം. ഒന്ന് സബ്ജക്റ്റും രണ്ടാമത്തത് വെർബും. ഇനി സെൻറ്റൻസ് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കാം. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അത് എപ്പോഴും നമ്മൾ ഓർമ്മിക്കണം. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഷീ ഈസ് ബ്യൂട്ടിഫുൾ. അവൾ സുന്ദരിയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അവൾ സുന്ദരിയാണ് അല്ലേ? ഇവിടെ സെൻറ്റൻസ് പോസിറ്റീവ് സെൻറ്റൻസാണ്. പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. പ്രസൻറ്റ് ടെൻസിലാണ്. ടെൻസിന് മാറ്റമൊന്നും വരുത്താനില്ല. സബ്ജക്റ്റ് ഷീ ആണ്. ഇനി ഇവിടെ ഈസ് എന്ന വേർഡ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടാഗ് കണ്ടുപിടിക്കാം. ഈസിൻ്റെ കൂടെ നോട്ട് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാഗിനെ നമുക്ക് നെഗറ്റീവ് ആക്കാം. ഈസ് നോട്ട്, ഈസെൻറ്റ്. അതേ സബ്ജക്റ്റ് തന്നെ എഴുതാം. ഷീ, ഈസെൻറ്റ് ഷീ. ഷീ ഈസ് ബ്യൂട്ടിഫുൾ, ഈസെൻറ്റ് ഷീ. ക്വസ്റ്റ്യൻ ടാഗിന് ശേഷം നിർബന്ധമായും ക്വസ്റ്റ്യൻ മാർക്ക് ആഡ് ചെയ്യണം. മറ്റൊരു ഉദാഹരണം നോക്കാം. ഹീ ഈസ് സ്മാർട്ട്. ഹീ ഈസ് സ്മാർട്ട്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സെൻറ്റൻസ് പോസിറ്റീവാണ്. സബ്ജക്റ്റും വെർബും തന്നിട്ടുണ്ട്. ഈസിൻ്റെ കൂടെ നോട്ട് ചേർത്ത് ടാഗ് നമുക്ക് നെഗറ്റീവ് ആക്കാം. ഈസിൻറ്റ്, അതേ സബ്ജക്റ്റ് ഹീ, ഈസിൻറ്റ് ഹീ. എന്നാൽ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ഷീക്ക് പകരം ഒരു പേരുണ്ടെന്ന് കരുതാം, രാധിക. രാധിക ഈസ് ബ്യൂട്ടിഫുൾ. ഇപ്പോൾ ടാഗ് എന്തായിരിക്കും? ഈസിൻ്റെ കൂടെ നോട്ട് ചേർക്കുന്നതെല്ലാം സെയിം തന്നെ, ഈസിൻറ്റ്. പക്ഷേ ഇവിടെ സബ്ജക്റ്റ് രാധിക എന്ന് നമുക്ക് ടാഗിൽ നേരിട്ട് എഴുതാൻ പറ്റില്ല. രാധികയ്ക്ക് പകരം ഒരു സ്ത്രീലിംഗമായതുകൊണ്ട് ഷീ എന്ന വേർഡാണ് യൂസ് ചെയ്യുക. ഈസിൻറ്റ് ഷീ. അതായത് ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ നൗണിന് പകരം എപ്പോഴും പ്രോനൗൺ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി രാധികയ്ക്ക് പകരം രാഹുലായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്തെഴുതും? ഈസെൻറ്റ് ഹീ. ഇനി ഈ വ്യക്തികൾക്ക് പകരം ഒരു സാധനത്തിൻ്റെ പേരാണെന്ന് വിചാരിക്കാം. ദ ടേബിൾ ഈസ് ബ്യൂട്ടിഫുൾ. ഇവിടെ ടേബിൾ എന്നുള്ളത് ഒരു മെറ്റീരിയൽ നൗണാണ്, ജീവനില്ലാത്ത വസ്തു. അപ്പോൾ നമ്മളുടെ ടാഗ് എങ്ങനെ വരും? ഈസിൻറ്റ് ഇറ്റ്, ഈസിൻറ്റ് ഇറ്റ്. ഇനി സെൻറ്റൻസ് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണെന്ന് വിചാരിക്കാം.
ഷീ ഈസ് നോട്ട് ബ്യൂട്ടിഫുൾ. അവൾ സുന്ദരിയല്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൻ്റെ ടാഗ് എങ്ങനെ വരും? നമുക്കറിയാം, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? നോട്ട് എന്ന വേർഡ് ചേർക്കാതിരുന്നാൽ മതി. ഈസ്, ഷീ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ മോഡൽ വെർബുകളാണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം, മോഡൽ ഓക്സിലറീസ്. അപ്പോൾ നമ്മളെങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കും? ഈസിയാണ്. സ്റ്റേറ്റ്മെൻറ്റിൽ ഏത് മോഡൽ ഓക്സിലറി ആണോ തന്നിരിക്കുന്നത് അതേ മോഡൽ ഓക്സിലറി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് എഴുതാം. മോഡൽ ഓക്സിലറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൽ, വുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ്, ക്യാൻ, കുഡ് എന്നീ വാക്കുകളെയാണ് നമ്മൾ മോഡൽ ഓക്സിലറീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നോക്കാം. ഹീ വിൽ പാസ് ദ എക്സാം. ഹീ വിൽ പാസ് ദ എക്സാം. ഇവിടെ വിൽ എന്ന മോഡൽ ഓക്സിലറിയാണ് തന്നിരിക്കുന്നത്. സബ്ജക്റ്റ് ഹീ ആണ്. പോസിറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് വില്ലിൻ്റെ കൂടെ നമുക്ക് നോട്ട് ചേർത്താൽ മതി. വിൽ നോട്ട്, വോണ്ട്, വോണ്ട് ഹീ. ഷീ കാൺട്ട് ഡ്രൈവ്. ഷീ കാൺട്ട് ഡ്രൈവ്. ഇവിടെ നെഗറ്റീവ് സെൻറ്റൻസാണ്. കാൺട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ പ്ലസ് നോട്ട് എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ടാഗ് വരിക? ക്യാൻ, ഷീ. യു ഷുഡ് ഗോ നൗ. യു ഷുഡ് ഗോ നൗ. ഷുഡിൻ്റെ കൂടെ നോട്ട് ചേർത്ത് ടാഗ് നെഗറ്റീവ് ആക്കാം. ഷുഡിൻറ്റ് യു. ഇനി പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഞാനൊരു ഉദാഹരണം പറയാം. വൺ കാൺ ബി ടു ലേറ്റ്. വൺ കാൺ ബി ടു ലേറ്റ്. ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്. കാണ്ട് എന്ന് പറഞ്ഞാൽ ക്യാൻ പ്ലസ് നോട്ട്. ഇവിടെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വൺ എന്ന വേർഡാണ് തന്നിരിക്കുന്നത്. ഇത്തരത്തിൽ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വൺ എന്ന വേർഡാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ പ്രോനൗണായിട്ട് വൺ എന്ന വേർഡ് തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ടാഗ് എന്താ വരിക? ക്യാൻ, വൺ. ഇതുപോലത്തെ വേറൊരു സെൻറ്റൻസ് പറയാം. ദർ വാസൻറ്റ് എനി ഡിഫിക്കൽട്ടി. ദർ വാസൻറ്റ് എനി ഡിഫിക്കൽട്ടി. ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ധേർ എന്ന വേർഡിലാണ്. ഇത്തരത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ധേർ എന്ന വേർഡിലാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ പ്രോനൗണിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഇതേ ധേർ തന്നെയാണ് എഴുതുക. ഒന്നുകൂടി പറയാം. സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ധേർ എന്ന വേർഡിലാണെങ്കിൽ ടാഗിൽ പ്രോനൗണായിട്ട് ധേർ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ടാഗ് എന്തായിരിക്കും? There wasn't any difficulty. Was there. There weren't any books left. There weren't any books left. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. പ്രോനൗണായിട്ട് there തന്നെ യൂസ് ചെയ്യണം. were there. ഇനി സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് this അല്ലെങ്കിൽ that എന്ന വേർഡിലാണെന്ന് വിചാരിക്കാം. സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് this അല്ലെങ്കിൽ that എന്ന വേർഡിലാണെങ്കിൽ പ്രോനൗണായിട്ട് ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ ഇറ്റാണ് ഉപയോഗിക്കുക. എക്സാമ്പിൾസ് നോക്കാം. ദിസ് ഈസ് ഹർ ഫേവറേറ്റ് ഡ്രസ്. ദിസ് ഈസ് ഹർ ഫേവറേറ്റ് ഡ്രസ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈസൻറ്റ്. ദിസിന് പകരം നമ്മൾ ഇറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ഈസൻറ്റ്, ഇറ്റ്. ദാറ്റ് വാസ് ഹർ ഫോൾട്ട്. ദാറ്റ് വാസ് ഹർ ഫോൾട്ട്. ടാഗ് എങ്ങനെ വരും? വാസൻറ്റ് ഇറ്റ്. വാസൻറ്റ് ഇറ്റ്. ഇനി സബ്ജക്റ്റ് സം ഓഫ് യു എന്ന വേർഡാണെന്ന് വിചാരിക്കാം. സം ഓഫ് യു. സം ഓഫ് യു ആർ ലേണിംഗ് ഇംഗ്ലീഷ്. സം ഓഫ് യു ആർ ലേണിംഗ് ഇംഗ്ലീഷ്. ഇത്തരത്തിൽ സബ്ജക്റ്റ് സം ഓഫ് യു ആണെങ്കിൽ ടാഗിൽ പ്രോനൗൺ ആയിട്ട് നമ്മൾ യു മാത്രമാണ് എഴുതുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ടാഗ് വരിക? ആറിൻറ്റ് യു. സം ഓഫ് യു ആർ ലേണിംഗ് ഇംഗ്ലീഷ്. ആറിൻറ്റ് യു. ഇനി ചില സ്റ്റേറ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലെറ്റസ്, ലെറ്റ്സ്, ലെറ്റസ് നോട്ട് എന്നീ വേർഡുകളിലായിരിക്കും. ഇത്തരത്തിൽ ലെറ്റസ്, ലെറ്റ്സ്, ലെറ്റസ് നോട്ട് എന്നീ വേർഡുകളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളുടെ ടാഗ് എപ്പോഴും ഷാൽ വി എന്ന് തന്നെയായിരിക്കും. എക്സാമ്പിൾസ് നോക്കാം. ലെറ്റസ് പ്ലേ സം ഗെയിം. ടാഗ് ഷാൽ വി. ലെറ്റസ് നോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. ടാഗ് എന്താണ്? ഷാൽ വി. ലെറ്റ്സ് മീറ്റ് അറ്റ് ദ കോഫി ഷോപ്പ്.
ഇതിൻ്റെയും ടാഗ് എന്ത് തന്നെയാണ്? ഷാൽ വി. ഇനി ആം എന്ന വേർഡ് അല്ലേ, നമുക്കറിയാം ആം യൂസ് ചെയ്യുന്നത് എപ്പോഴും ഐൻ്റെ കൂടെയാണ്. ആമിൻ്റെ കൂടെ നോട്ട് ചേരുമ്പോൾ നമ്മൾ ആറിൻറ്റ് എന്നാ പറയാം. ആമിൻ്റെ കൂടെ നോട്ട് ചേരുമ്പോൾ നമ്മൾ ആറിൻറ്റ് എന്നാ പറയാം. എക്സാമ്പിൾ നോക്കാം. ആം റൈറ്റ്, ടാഗ് എന്ത് വരും? ആറിൻറ്റ് ഐ. ആം നോട്ട് റൈറ്റ്, ആം ഐ. ആം റൈറ്റ്, ആറിൻറ്റ് ഐ. ആം നോട്ട് റൈറ്റ്, ആം ഐ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഐ ആം എന്ന് ചേർന്ന് വരുന്ന പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ ടാഗ് ആറിൻറ്റ് ഐ എന്നും ഐ ആം ചേർന്ന് വരുന്ന നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ ടാഗ് എപ്പോഴും ആം ഐ എന്നുമായിരിക്കും. ഇതുവരെ നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞു അല്ലേ? ഇതിലെല്ലാം സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു സഹായക ക്രിയ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇനി സ്റ്റേറ്റ്മെൻറ്റിൽ 2 സഹായക ക്രിയകൾ ഉണ്ടെന്ന് വിചാരിക്കാം, 2 ഓക്സിലറി വെർബ്. അപ്പം നമ്മുടെ ടാഗ് എങ്ങനെ വരും? ഒരു എക്സാമ്പിൾ നോക്കാം. ഹീ കുഡിൻറ്റ് ഹാവ് ഗോൺ. ഹീ കുഡിൻറ്റ് ഹാവ് ഗോൺ. കണ്ടോ, ഇവിടെ കുഡിൻറ്റും തന്നിട്ടുണ്ട്, ഹാവും തന്നിട്ടുണ്ട്. ഇത്തരത്തിൽ 2 സഹായക ക്രിയകൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഓക്സിലറി ആണ് നമ്മൾ ടാഗിൽ എഴുതുക. ഇവിടെ കുഡിൻറ്റ് ആണ് തന്നിരിക്കുന്നത്. കുഡിൻറ്റ് ഒരു നെഗറ്റീവ് വേർഡായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ടാഗ് കുഡ് ഹീ. ഹീ കുഡിൻറ്റ് ഹാവ് ഗോൺ, കുഡ് ഹീ. ഹീ ഷുഡ് ഹാവ് ഡൺ ഇറ്റ്. ഹീ ഷുഡ് ഹാവ് ഡൺ ഇറ്റ്. ഇവിടെ ഷുഡ് ഉണ്ട്, ഹാവ് ഉണ്ട്. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, 2 സഹായക ക്രിയകൾ ഉണ്ടെങ്കിൽ ആദ്യത്തെ സഹായക ക്രിയയാണ് നമ്മൾ ടാഗിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ത് വരും ടാഗ്? ഷുഡിൻറ്റ് ഹീ. ഇനി എല്ലാ സെൻറ്റൻസിലും ഈ സഹായക ക്രിയ ഉണ്ടാകണം എന്നില്ല അല്ലേ? ചില സെൻറ്റൻസിൽ നേരിട്ട് വെർബ് മാത്രമുള്ളത് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം സെൻറ്റൻസിൽ, അതായത് സഹായക ക്രിയകളൊന്നുമില്ലാത്ത സെൻറ്റൻസിൽ നമ്മളെങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കും? നമുക്കൊരു ഉദാഹരണം നോക്കാം. ഹീ പ്ലേസ് ക്രിക്കറ്റ്. ഹീ പ്ലേസ് ക്രിക്കറ്റ്. ഇവിടെ ഹെൽപ്പിംഗ് വെർബ് ഒന്നുമില്ല, ഡയറക്റ്റ് പ്ലേസ് എന്ന വെർബ് മാത്രമേ തന്നിട്ടുള്ളൂ. ഇത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ ഡു ഡസ് ഡിഡ് ഉപയോഗിക്കുക. ഹെൽപ്പിംഗ് വെർബ് ഇല്ലാത്ത സെൻറ്റൻസിൽ ഡു ഡസ് ഡിഡ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ ഇതിനു മുന്നേ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തതാണ്. ഹീ പ്ലേസ് ക്രിക്കറ്റ്. ഇവിടെ പ്ലേസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡസ് പ്ലസ് പ്ലേ ആണല്ലേ, ഡസ് പ്ലസ് പ്ലേ. അപ്പോൾ നമുക്ക് ഈസിയാണ്. നമ്മുടെ ടാഗ് എങ്ങനെ വരും? ഡസിൻറ്റ് ഹീ. ഹീ പ്ലേസ് ക്രിക്കറ്റ്, ഡസിൻറ്റ് ഹീ. മറ്റൊരു എക്സാമ്പിൾ, ദേ പ്ലേ ക്രിക്കറ്റ്. ദേ പ്ലേ ക്രിക്കറ്റ്. ഇതിൻ്റെ ടാഗ് എങ്ങനെ വരും? പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു പ്ലസ് പ്ലേ എന്നാണ്, ഡു പ്ലസ് പ്ലേ. അപ്പോൾ ടാഗ് ഡോണ്ട് ദേ. ദേ പ്ലേ ക്രിക്കറ്റ്, ഡോണ്ട് ദേ. ഇനി വെർബ് പാസ്റ്റ് ടെൻസിലാണെന്ന് വിചാരിക്കുക. ദേ പ്ലേഡ് ക്രിക്കറ്റ്. ദേ പ്ലേഡ് ക്രിക്കറ്റ്. പ്ലേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഡ് പ്ലസ് പ്ലേ, ഡിഡ് പ്ലസ് പ്ലേ. അപ്പോൾ ഇതിൻ്റെ ടാഗ് എങ്ങനെ വരും? ഡിഡിൻറ്റ് ദേ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് സഹായക ക്രിയകളൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? വെർബിൽ നിന്നും ഡൂൻ്റെ ഫോം എടുത്തുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കാം. ഒരു സെൻറ്റൻസ് പറയാം. നോബഡി ഹെൽപ്ഡ് ഹെർ. നോബഡി ഹെൽപ്ഡ് ഹെർ. ഈ സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ ടാഗ് നെഗറ്റീവും നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ ടാഗ് പോസിറ്റീവുമായിരിക്കും. നമ്മൾ എങ്ങനെയാണ് സെൻറ്റൻസ് നെഗറ്റീവ് ആണോ എന്നറിയുന്നത്? ഹെൽപ്പിംഗ് വെർബിൻ്റെ കൂടെ നോട്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ്. എന്നാൽ ഇംഗ്ലീഷിൽ ചില വേർഡ്സ് നെഗറ്റീവ് മീനിങ് തരുന്ന രീതിയിലുള്ള വാക്കുകളാണ്. ഇപ്പോൾ ഈ സെൻറ്റൻസിൽ നോബഡി ഹെൽപ്ഡ് ഹെർ എന്ന് പറഞ്ഞാൽ ആരും അവളെ സഹായിച്ചില്ല എന്നാണ് അർത്ഥം. അപ്പോൾ മീനിങ് വൈസ് ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഇപ്പം നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ നേരിട്ട് ഹെൽപ്പിംഗ് വെർബ് ഒന്നും തന്നിട്ടില്ല. ഹെൽപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഡ് പ്ലസ് ഹെൽപ്പാണ്. അപ്പോൾ നമ്മുടെ ടാഗ് എന്തായിരിക്കും? ഡിഡ് ദേ. ഇംഗ്ലീഷിലെ കുറേ വാക്കുകളുണ്ട് ഇത്തരത്തിൽ നെഗറ്റീവ് അർത്ഥം തരുന്നത്. ലിറ്റിൽ, സെൽഡം, ഫ്യൂ, നൺ, നത്തിങ്, നോബഡി, നോ വൺ, സ്കേഴ്സ്ലി, ഹാർഡ്ലി, റെയർലി, നോവർ. ഇത്തരം വാക്കുകൾ നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റിലുണ്ടെങ്കിൽ
ആ സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഫ്യൂ സ്റ്റുഡൻസ് റോഡ് ദി എക്സാമിനേഷൻ. ഫ്യൂ സ്റ്റുഡൻസ് റോഡ് ദി എക്സാമിനേഷൻ. ഫ്യൂ നെഗറ്റീവ് അർത്ഥം തരുന്ന ഒരു വാക്കാണല്ലേ. അപ്പോൾ ഇതിൻ്റെ ടാഗ് എന്തായിരിക്കും? ഡിഡ് ദേ. റോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഡ് പ്ലസ് റൈറ്റ് ആണ്. അതുകൊണ്ടാണ് ടാഗ് ഡിഡ് ദേ എന്ന് വന്നത്. ഇനി ഈ സെൻറ്റൻസിനെ എ ഫ്യൂ സ്റ്റുഡൻസ് എന്നാണെന്ന് വിചാരിക്കുക. എ ഫ്യൂ സ്റ്റുഡൻസ് റോഡ് ദി എക്സാമിനേഷൻ. എ ഫ്യൂ എന്നുള്ളത് പോസിറ്റീവ് അർത്ഥമാണ് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടാഗ് ഡിഡിൻറ്റ് ദേ എന്നാണ്. അതായത് ലിറ്റിൽ, ഫ്യൂ എന്നീ വാക്കുകൾ നെഗറ്റീവും എ ഫ്യൂ, എ ലിറ്റിൽ എന്നീ വാക്കുകൾ പോസിറ്റീവുമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി സെൻറ്റൻസിലെ എവ്രി വൺ, എവ്രിബഡി, സം വൺ, സംതിങ്, നോ വൺ, നൈദർ, എവ്രിതിങ്, നോബഡി ഇത്തരം വാക്കുകളാണെങ്കിൽ ഇതിന് പകരം ടാഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോനൗൺ ദേ ആയിരിക്കും. ഈ പോയിൻ്റ് ഒരിക്കലും മറന്നു പോകരുത്. ഇത്തരം വാക്കുകളാണ് സെൻറ്റൻസിൽ തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രോനൗൺ ആയിട്ട് ടാഗിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ദേ എന്നാണ്. ഒരു ഉദാഹരണം, എവ്രി വൺ ഹാസ് ലെഫ്റ്റ്. എവ്രി വൺ ഹാസ് ലെഫ്റ്റ്. ഇതിൻ്റെ ടാഗ് എന്താണ്? ഞാൻ പറഞ്ഞു എവ്രി വൺ ഉള്ളത് കൊണ്ട് ദേ ആണ് എഴുതേണ്ടത് അല്ലേ. ഇവിടെ ഹാസ് എന്നുള്ള ഹെൽപ്പിംഗ് വെർബ് തന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ എന്താ എഴുതുക? ഹാസിൻറ്റ് ദേ എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ദേ ഒരു പ്ലൂറൽ പ്രോനൗൺ ആണല്ലേ. അപ്പോൾ ഹാസിൻറ്റ് ദേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? ഹാവിൻറ്റ് ദേ എന്ന് എഴുതണം. ഒന്നുകൂടി പറയാം, എവ്രി വൺ എന്ന് തന്നതുകൊണ്ട് പ്രോനൗൺ ആയിട്ട് നമ്മൾ ദേ ആണ് എഴുതേണ്ടത്. ഹാസ് സിംഗുലറും ദേ പ്ലൂറലുമാണ്. ദേക്ക് മാച്ച് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ എന്ത് എഴുതണം? ഹാവ് ആക്കി മാറ്റണം. ഹാവിൻറ്റ് ദേ. ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. നോ വൺ വാസ് ഇൻജേർഡ്. നോ വൺ വാസ് ഇൻജേർഡ്. ഇവിടെ എന്താ ടാഗ് വരിക? വേറിൻറ്റ് ദേ. വേറിൻറ്റ് ദേ. നോ വൺ ആയതുകൊണ്ട് പ്രോനൗൺ ആയിട്ട് നമ്മൾ ദേയാ ഉപയോഗിക്കാം. വാസിൻ്റെ ദേ എന്ന് പറയരുത്. കാരണം ദേ ഒരു പ്ലൂറൽ പ്രോനൗണാണ്. അതുകൊണ്ട് വാസിനെ നമ്മൾ വേറായിട്ട് പറയണം. വേറിൻറ്റ് ദേ. ഇനി കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം. എവ്രി വൺ, നോ വൺ, നോബഡി എന്നീ വാക്കുകൾ വരുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗിലെ പ്രോനൗൺ ദേ എന്ന് എഴുതണം. ദേ ഒരു പ്ലൂറൽ പ്രോനൗൺ ആണ്. അപ്പോൾ സഹായക ക്രിയയും നമ്മൾ എന്ത് ചെയ്യണം? പ്ലൂറൽ ആക്കണം. ഈസ് ആണെങ്കിൽ ആർ ആക്കണം. വാസ് ആണെങ്കിൽ വേർ ആക്കണം. ഹാസ് ആണെങ്കിൽ ഹാവ് ആക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ചിട്ടാണ്. ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ചുള്ള ഒരുവിധപ്പെട്ട എല്ലാ കണ്ടീഷൻസും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടാഗ് എപ്പോഴും നെഗറ്റീവും നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സബ്ജക്റ്റും ഹെൽപ്പിംഗ് വെർബും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്നത്. സെൻറ്റൻസിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൽ നെഗറ്റീവ് അർത്ഥം തരുന്ന വാക്കുകൾ ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസിനെ നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിൻ്റെ ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സെൻറ്റൻസ് ഏത് ടെൻസിലാണോ അതേ ടെൻസിൽ തന്നെയാണ് നമ്മൾ ടാഗ് എഴുതുന്നത്. അപ്പോൾ വീഡിയോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.